നമ്മുടെ ഇന്നത്തെ സെഷൻ NBBDCP ആസ് ഫാർ ആസ് എ ലാബ് ടെക്നീഷ്യൻ ഇസ് കൺസേൺഡ് എന്നുള്ളതാണ്. അപ്പൊ NBBDCP എന്ന് പറയുന്നത് എല്ലാവരും കേട്ട് കാണും. പക്ഷേ NBBDCPയിൽ ഏതൊക്കെ അസുഖങ്ങളാണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമോ? അല്ലെങ്കിൽ ഏതൊക്കെ അസുഖങ്ങളാണ് NBBDCP ഫുൾ ഫോം എന്തായാലും എല്ലാവർക്കും അറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ബേസിക്കലി NBBDCP പ്രോഗ്രാം ആണ് നമ്മൾ ബേസിക്കലി ഇന്ന് കാണുന്നത്. അപ്പോൾ ഏതൊക്കെ അസുഖങ്ങളാണ് NBBDCPയിൽ വരുന്നത് എന്നുള്ളത്, ഓക്കെ, മലേറിയ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്, മലേറിയ ഉണ്ട്. ഓക്കെ, മലേറിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. NBBDCPയിൽ നമുക്ക് ഒരു FHCയിലെ ലാബ് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മലേറിയ ആണ്. രണ്ടാമത് വരുന്നത് ഫൈലേറിയസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് അസുഖങ്ങളായി. വേറെ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാമോ? ഡെങ്കി, ലെപ്റ്റ്, ഓക്കെ, ഫൈലേറിയ, ഓക്കെ. ഓക്കെ, നമുക്ക് ഇതിൽ ഏതൊക്കെയാണുള്ളതെന്ന് കാണാം. അതിനു മുന്നേ കുറെ ഫിലിംസ് കാണുന്നുണ്ട്. എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്താണ് ഇതിനകത്ത് കാണുന്നത് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? കാലാവസ്ഥ ആരോ എഴുതിയിട്ടുണ്ട്. കാലാവസ്ഥ, ഓക്കെ. NBBDCPയിലുള്ള അസുഖങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഇതിൽ കാണുന്നത്? ഫൈലേറിയ എന്ന് എഴുതിയിട്ടുണ്ട്. മൈക്രോഫൈലേറിയ, ഓക്കെ. മൈക്രോഫൈലേറിയ, ഓക്കെ. ഓക്കെ, ശരി. ഓക്കെ, NBBDC ഫുൾ ഫോം വന്നിട്ടുണ്ട്. നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്നുള്ളതാണ് NBBDC ഫുൾ ഫോം. ശരിയാണ്. ഓക്കെ, മൈക്രോഫൈലേറിയ എന്ന് പറയുന്നു. ഓക്കെ, ശരി. മൈക്രോഫൈലേറിയ, ഷീത്ത് മൈക്രോഫൈലേറിയ, അൺഷീത്ത് മൈക്രോഫൈലേറിയ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി അതിന് കൂടുതൽ ഡീറ്റെയിൽസ് മുന്നേ ബേസിക്കലി മൈക്രോഫൈലേറിയ ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫറെന്റ് സ്പീഷീസ് ആണ് ആക്ച്വലി ബേസിക്കലി കാണിച്ചേക്കുന്നത്. ഷീറ്റും അൺഷീറ്റും കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ആർദ്രം വിഭാവനം ചെയ്യുന്ന ഫാമിലി ഹെൽത്ത് സെന്റേഴ്സിൽ നമ്മുടെ നാഷണൽ, ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ നാഷണൽ പ്രോഗ്രാംസിലെ എല്ലാ പ്രോഗ്രാംസും നമ്മുടെ ലാബ് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് NBBDCPയിൽ വരുന്നത് നമ്മൾ മുന്നേ സൂചിപ്പിച്ച പോലെ ലാബ് ഡയഗ്നോസിനെ സംബന്ധിച്ചിടത്തോളം മലേറിയയുടെ ലാബ് ഡയഗ്നോസിസ്, ഫൈലേറിയയുടെ ലാബ് ഡയഗ്നോസിസ് ആണ് ബേസിക്കലി. ഫൈലേറിയ പിന്നെ റയർ ആണ്. മലേറിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാ FHCകളിലും ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് നമ്മൾ ആർജിച്ചിരിക്കണം എന്നുള്ളതാണ്. ബേസിക്കലി NBBDC പ്രോഗ്രാമിനെ പറ്റി ആണെന്നുണ്ടെങ്കിലും മലേറിയയുടെ ഫിലിം പ്രിപ്പറേഷനൊക്കെ ഞാൻ ആക്ച്വലി സ്ലൈഡുകളിൽ ആക്ച്വലി വരുന്നുണ്ട്. അതിലേക്ക് പോവാം. അതിനു മുമ്പ് NBBDCPയെ പറ്റി ഒരു ബേസിക് ഒരു അവലോകനമാണ്. ബേസിക്കലി എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ മലേറിയ, കാലാസാർ, ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, ഡെങ്കി, ചിക്കൻ ഗിനിയ, ജപ്പാനീസ് എൻകെഫലൈറ്റിസ്, ഈ പറയുന്ന അസുഖങ്ങളാണ് പ്രധാനമായിട്ടും NBBDC പ്രോഗ്രാമിൽ വരുന്നത്. 6 വെക്ടർ ബോൺ ഡിസീസ് ആണ്, 6 VBDs ആണ് ഇതിനകത്ത് വരുന്നത്. ഇതില് ടാർഗറ്റ്സ് ഓഫ് എലിമിനേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ച പ്രകാരം മലേറിയയുടെ 2030 ആണ് ഇൻ ഫേസ്ഡ് മാനർ. കാലാസാർ 2020 ആണ്. കാലാസാർ ഒന്നും നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മൾ കാണാൻ സാധ്യതയില്ല. ഈ പറയുന്ന പോലെ വിസറൽ ലക്ഷ്മീനിയസിസ് നമ്മളധികം കാണാൻ സാധ്യതയില്ല. ലിംഫാറ്റിക് ഫൈലേറിയസിസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഫിലിം ഉണ്ടാക്കാനായിട്ട്. തിക് ഫിലിമും തിൻ ഫിലിമും, മിനിമം 2 തിക് ഫിലിമും 2 തിൻ ഫിലിമും എന്തായാലും നമ്മൾ ലിംഫാറ്റിക് ഫൈലേറിയസ് സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ സാധിച്ചില്ലെങ്കിലും മൈക്രോഫൈലേറിയ ആണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കേണ്ടതാണ്. പിന്നെ ഡെങ്കി, ആസ് വി നോ, ഡെങ്കി നമ്മുടെ ലാബ് ഡയഗ്നോസിസ് എന്തായാലും ചെയ്യുന്നതാണ് ഡെങ്കിയുടെ. ചിക്കൻ ഗുനിയ, ജപ്പാനീസ് എൻകെഫലൈറ്റിസ് മോസ്റ്റ്ലി എലൈസ ബേസ്ഡ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കോമൺലി നമ്മൾ ചെയ്യാൻ സാധ്യതയില്ല FHCകളിൽ. പക്ഷേ ഇത് രണ്ടും BBDയിൽ വരുന്നതാണ്, NBBDCP പ്രോഗ്രാമിൽ വരുന്നത്. വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് 2003-2004 കാലഘട്ടത്തിൽ വിഭാവനം ചെയ്ത് ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. ബേസിക്കലി അതിനു മുന്നേ നമുക്ക് നാഷണൽ മലേറിയയുടെ ഇറാഡിക്കേഷൻ പ്രോഗ്രാം, നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം, കാലാസാർ, ജപ്പാനീസ് എൻകെഫലൈറ്റിസ്, ഡെങ്കി പ്രോഗ്രാം, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടെ മേർജ് ചെയ്ത് ഒറ്റ പ്രോഗ്രാം ആക്കി BBD പ്രോഗ്രാം ആക്കി മാറ്റിയത് 2004 സമയത്താണ്. അത് ഡയറക്ടറേറ്റ് ഓഫ് NAMP ആയിരുന്നു ഒരു നോഡൽ ഏജൻസി മലേറിയ പ്രോഗ്രാമിന്റെ. അതിനുമ്പ് വെക്ടർ ബോൺ ഡിസീസസ് എന്നാണ് നമ്മൾ പറയുന്നത്. വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ് വെക്ടർ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും. എന്താണ് വെക്ടർ എന്ന ഒറ്റ വാക്കിൽ, ഡെഫിനിഷൻ ആവശ്യമില്ല, ഡെഫിനിഷൻ അത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എന്താണ് വെക്ടർ എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് വെക്ടർ എന്നുള്ളത് വളരെ സില്ലി ആയിട്ട് ചോദ്യമായിട്ട് പലർക്കും തോന്നുമായിരിക്കും. ബേസിക്കലി വെക്ടർ എന്ന് പറയുന്നത് ഒരു ജൈവികമായിട്ടുള്ളൊരു ജീവജാലമാണ്. ബേസിക്കലി ലിവിങ് ഓർഗാനിസം ആണ്, വിച്ച് വിൽ ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ഫ്രം ഹ്യൂമൻസ് ഓർ ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ്.
ഇത് കാരിയർ സെയിം ആണ്. കാരിയർ വെക്ടർ സെയിം ആണ്. ആക്ച്വലി ചെറിയ ഡിഫറൻസ് ഉണ്ട് അതിന്റെ സ്കോപ്പിന് പുറമേ, ആയതുകൊണ്ട് ഞാൻ അതിൽ പറയുന്നില്ല. ബേസിക്കലി വെക്ടേഴ്സ് എന്ന് പറയുന്ന അസുഖത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സംഗതികളാണ്. അതുപോലെ അസുഖത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ വെക്ടറിന്റെ ഉള്ളിൽ ഈ പറയുന്ന വൈറസ് മൾട്ടിപ്ലൈ, ഓർഗാനിസം പ്ലാസ്മോഡിയം ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യില്ലയോ എന്നൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ അതിന് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ബയോളജിക്കൽ സൈക്കിള് വെക്ടറിന്റെ ഉള്ളിൽ നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതൊക്കെയാണ് അതിന്റെ കൂടുതൽ ആസ്പെക്ട്സ്. ബേസിക്കലി വെക്ടേഴ്സ് എന്ന് പറയുന്നത് കോമൺലി ബ്ലഡ് സക്കിംഗ് ഓർഗാനിസംസ് ആയിരിക്കും. they will ingest the disease during a blood meal. അതായത് ഒരു മനുഷ്യനിലോ ഹ്യൂമൻസിൽ നിന്നും ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്ന സമയത്താണ് യൂഷ്വലി ആ വെക്ടറിന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അടുത്ത അതുപോലെ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷനും ഇതുകാലം ഉണ്ടാവും. അതായത് ഈ പറയുന്ന ബ്ലഡ് മീൽ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലഡിൽ നിന്നുള്ള ഓർഗാനിസത്തെ സക്ക് ചെയ്തെടുത്തിട്ട് അടുത്ത പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. കോമൺലി നമ്മൾ പറയുന്ന വെക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മൊസ്കിറ്റോ. മൊസ്കിറ്റോ കൂടാതെ തന്നെ ടിക്ക് ഉണ്ട്, ഫ്ലൈ ഉണ്ട്, സാൻഡ് ഫ്ലൈ, ഫ്ലീ, ബഗ് ആൻഡ് ഫ്രഷ് വാട്ടർ സ്നേക്ക്. ഇതില് മൊസ്കിറ്റോയുടെ കാര്യം നമുക്കറിയാം ഏതൊക്കെ അസുഖങ്ങളാണ് കോമൺലി ഉണ്ടാക്കുന്നത്. ടിക്ക് കോസ് ചെയ്യുന്ന ടിക്ക് ഒരു വെക്ടർ ആയിട്ട് വരുന്ന ഏതെങ്കിലും അസുഖത്തെ പറ്റി ആർക്കെങ്കിലും അറിയാമോ? വോയിസ് ക്ലിയർ അല്ല. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? ഇപ്പൊ കേൾക്കാന്ന് വിചാരിക്കുന്നു. ടിക്ക് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തെ പറ്റി, കോസ് ചെയ്യുന്ന ഡിസീസിനെ പറ്റി ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? ശരി. കേസ്നർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ സോഫ്റ്റിക്, ഹാർട്ടിക്, ടൈഫസ് ഫീവർ. ഓക്കെ, ടൈഫസ് ഫീവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. ഓക്കെ ഓക്കെ, ശരി. ടൈഫസ് ഫീവർ നമ്മുടെ ഒരു PHC-യിൽ അല്ലെ FHC-യിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യേണ്ടി സാധാരണഗതിയിൽ വീൽ ഫെലിക്സ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, വീൽ ഫെലിക്സ് നമ്മൾ ചില FHC-യിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അതല്ലാണ്ട് നമ്മൾ ടൈഫസ് ഫീവർ ഒന്നും ഇങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ ഡയഗ്നോസിൽ വരുന്നില്ല. പിന്നെ പിന്നെ ഫ്രഷ് വാട്ടർ സ്റ്റെയിൻസ് എല്ലാം ഇതേപോലെ ചില ഓർഗാനിസം ഡിസീസ് ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് കോമൺലി വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന വെക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിനെയാണ് നമ്മുടെ വെക്ടർ NVBDCP പ്രോഗ്രാമിൽ കോമൺ ആയിട്ട് വരുന്നത്. അതിൽ 6 അസുഖങ്ങളാണ് നേരത്തെ പറയുന്ന പോലെ വരുന്നത്. അപ്പൊ വെക്ടർ ബോൺ ഡിസീസിനെ പറ്റിയുള്ള പ്രധാന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, വെക്ടർ ബോൺ ഡിസീസസ് നമ്മുടെ ഇൻഫെക്ഷൻ ഡിസീസസിന്റെ ഏതാണ്ട് 17% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. 1 മില്യൺ ഡെത്തോളം ഓരോ കൊല്ലവും ഇതുമൂലം ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയും ആഫ്രിക്കയും പോലെയുള്ള കൺട്രീസിൽ മലേറിയ തന്നെയാണ്. മലേറിയ ഏതാണ്ട് 4 ലക്ഷത്തോളം ഡെത്തുകളാണ് എല്ലാ കൊല്ലവും ഉണ്ടാവുന്നത്. അതും അണ്ടർ 5 years ഓഫ് ഏജിലുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് മരണത്തിലേക്ക് വരുന്നത്. ചാഗാസ് ഡിസീസ്, ലീഷ്മേനിയാസിസ്, ഷിസ്റ്റോസോമിയാസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നിരുന്നാലും നോർത്തേൺ കൺട്രീസിലും ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലും ഈ പറയുന്ന അസുഖങ്ങൾ പ്രിവലന്റ് ആണ്. വളരെ ഈസി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ മാത്രമല്ല, ഏർലി ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും അധികം ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളുമാണ് എസ്പെഷ്യലി മലേറിയ പോലുള്ള അസുഖം. അതുകൊണ്ട് തന്നെയാണ് ഒരു ലാബ് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം മലേറിയ ഡയഗ്നോസിസിൽ ഏറ്റവും അധികം പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ പറയും. അത് ഗവൺമെന്റിന്റെ NVBDC പ്രോഗ്രാമിൽ വിഭാവനം ചെയ്തേക്കുന്നത് പോലെ എല്ലാ FHC-കളിലും മലേറിയയുടെ സ്മിയർ ഉണ്ടാക്കലും മലേറിയ ഡയഗ്നോസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ സെഷൻ്റെ ഇടയ്ക്ക് ചിലർ അഭിപ്രായപ്പെട്ടു GIMSA സ്റ്റെയിൻ ഉണ്ടാക്കാനും അതുപോലെ മലേറിയ സ്മിയർ ഉണ്ടാക്കാനും നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ലാന്ന്. പക്ഷേ FHC-കളിൽ ഈ പറയുന്ന GIMSA സ്റ്റെയിൻ ഇൻറ്റൻഡ് ചെയ്ത് ഉണ്ടാക്കേണ്ടതും അതുപോലെ ഇൻറ്റൻഡ് ചെയ്ത് വരുത്തേണ്ടതും അതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ ജില്ലാധികാരികളോട് അറിയിച്ച ശേഷം ട്രെയിനിങ് മേടിച്ച് സ്മിയർ പ്രിപ്പറേഷൻ അവിടെ ചെയ്യേണ്ടതും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതും അനിവാര്യം. ഇത് കോമൺ ഡിസീസസിന്റെ വെക്ടേഴ്സ് ആണ്. Aedes aegypti ആണ് ഡെങ്കി, യെല്ലോ ഫീവർ, ചിക്കൻ ഗുനിയ, സിക്ക വൈറസ് പോലെയുള്ള അസുഖങ്ങളുടെ വെക്ടർ. Aedes albopicus ആണ് ചിക്കൻ ഗുനിയ, ഡെങ്കി, വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടാക്കുന്നത്.
ക്യൂലെക്സ് ആണ് ലിംഫാറ്റിക് ഫൈലിയറൈസിസ്. മലേറിയ ഉണ്ടാക്കുന്നത് അനോഫിലിസ് ആണ്. അതുപോലെ ആഫ്രിക്കയിൽ കാണുന്ന ചില സ്പീഷീസ് വെക്ടർ അനോഫിലിസ് ആണ്. ബാക്കിയുള്ള ലീഷ്മേനിയാസിസ്, ചാഗാസ് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അധികം ഇമ്പോർട്ടൻ്റ് അല്ല. പ്ലേഗ് അതേസമയം ഫ്ലീ ഉണ്ടാക്കുന്നുണ്ട്, അത് വളരെ റെയർ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അനോഫിലിസ് ആണ് മലേറിയയുടെ വെക്ടർ. വെസ്റ്റ് നൈൽ ഫീവർ ക്യൂലെക്സ് ആണ്. ഡെങ്കി ഏഡിസ്. ഇപ്പോൾ NVBDC പറ്റി ഇൻട്രോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുമ്പ് ഉണ്ടായിരുന്ന മലേറിയ കൺട്രോൾ പ്രോഗ്രാം, ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം ഇതെല്ലാം കൂടി കണ്ടൻസ് ചെയ്ത് ഒരു അംബ്രലയുടെ ഉള്ളിൽ ഒരു കുടക്കീഴിൽ ഒറ്റ പ്രോഗ്രാമായിട്ട് കൊണ്ടുവന്നതാണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം അഥവാ NVBDC. 6 വെക്ടർ ബോൺ ഡിസീസ് ആണ് അതിൻ്റെ ഉണ്ടായിരുന്നത്. നാഷണൽ ഹെൽത്ത് മിഷന്റെയും റൂറൽ ഹെൽത്ത് മിഷന്റെയും ഗോൾസിന്റെ വിഭാവനം ചെയ്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന കൺട്രോൾ പ്രോഗ്രാമിനെ കണ്ടൻസ് ചെയ്ത് ഒറ്റ കുടക്കീഴിലാക്കിയത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അടിയിൽ ഡയറക്ടറേറ്റ് ഓഫ് NVBDCP എന്ന് പറഞ്ഞ ഡയറക്ടറേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിയിലാണ് ഈ പ്രോഗ്രാംസിന്റെ ഡയറക്ട് സൂപ്പർവിഷൻ വരുന്നത്. ഈ പറയുന്ന 6 അസുഖങ്ങളാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ പ്രോഗ്രാമിന്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഈ 3-pronged സ്ട്രാറ്റജിയാണ് ഈ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് VBDCയിൽ വരുന്നത്. അതിൽ ഡിസീസ് മാനേജ്മെന്റിലാണ് നമ്മുടെ റോള് വരുന്നത്. അതായത് ഏർലി കേസ് ഡിറ്റക്ഷനാണ് ലാബ് ഡയഗ്നോസിസിലെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് ഉണ്ട്. അത് ബേസിക്കലി പൈരത്രിൻ, ഇൻഡോർ റെസിഡുവൽ സ്പ്രേ, ലാബ്രിവോറസ് ഫിഷ് സോഴ്സ് റിഡക്ഷൻ ഒക്കെയാണ് ഇന്റഗ്രേറ്റഡ്. അതായത് ഈ പറയുന്ന ലാർവയും ഈ പറയുന്ന വെക്ടറിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് ചെയ്യുന്നത്. സപ്പോർട്ടീവ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് അതിലാണ് BCC, IEC മുതലായ കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ റോള് വരുന്നത് ഡിസീസ് മാനേജ്മെന്റ്, ഏർലി കേസ് ഡിറ്റക്ഷനിലാണ് ലാബ് ഡയഗ്നോസിസ് സംബന്ധിച്ചിടത്തോളം റോള് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസീസായ മലേറിയയിലേക്ക് തന്നെ കിടക്കാം. മലേറിയ നമുക്കറിയാവുന്ന പോലെ ഒരു ലൈഫ് ത്രെട്ടനിങ് പാരസൈറ്റിക് ഡിസീസ് ആണ്. 4 സ്പീഷീസ് ആണ് പ്ലാസ്മോഡിയം പ്രധാനപ്പെട്ടത് കോസ് ചെയ്യുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സ്, ഫാൽസിപാരം, മലേറിയ, ഒവേൽ ഈ പറയുന്ന 4 സ്പീഷീസ് ആണ് കോസ് ചെയ്യുന്നത്. പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള മലേറിയ ഉണ്ടാക്കുന്നത്. പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന്റെ കോംപ്ലിക്കേഷൻ ആണ് നമ്മുടെ സെറിബ്രൽ മലേറിയ എന്ന് പറയുന്നത്. അത് ഫെറ്റാലിറ്റിയിൽ കലാശിക്കാവുന്ന ടൈപ്പ് ഓഫ് മലേറിയ ആണ്. ഇൻഫെക്റ്റീവ് ബൈറ്റ് ഓഫ് അനോഫിലിസ് മോസ്കിറ്റോ ആണ് ഈ പറയുന്ന മലേറിയ ഉണ്ടാക്കുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ബൈറ്റ് കിട്ടി ഒരു 2 ആഴ്ച 10 to 14 ഡേയ്സിന് ശേഷമാണ് നമ്മുടെ മനുഷ്യൻ ഈ പറയുന്ന അസുഖത്തിന്റെ സിംറ്റംസ് കാണിക്കുകയുള്ളൂ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും പ്ലാസ്മോഡിയം വൈവാക്സും ഫാൽസിപാരമാണ് കോമൺലി റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ വെസ്റ്റേൺ പാർട്സ് ഓഫ് കൺട്രി ഓഫ് നമ്മുടെ രാജ്യത്ത് അതർ സ്പീഷീസും വളരെ റെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബേസിക്കലി അപ്പം വൈവാക്സും ഫാൽസിപാരമാണ് നമ്മുടെ കോമൺ ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. എല്ലാവരും ഉറങ്ങിയെന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പറയുന്ന പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിലും ഫാൽസിപാരം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓർഗാനിസത്തിനെയോ ഗാമറ്റോസൈറ്റിനെയോ റിംഗ്ഫോമിനെയോ വട്ടവർ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ സ്മിയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. അതായത് ഓർഗാനിസത്തിനെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ വേറൊരു സംഭവമാണ് ഫിലിമിൽ നോക്കുക. അത് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? റെഡ് ബ്ലഡ് സെല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് RBC. ഓക്കെ, RBC എന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ RBC എന്താണ്? സൈസ് ഓഫ് RBC. ഓക്കെ എല്ലാവരും കൃത്യമായിട്ട് പറയുന്നു. സൈസ് ഓഫ് RBC. ഓക്കെ, സൈസ് ഓഫ് RBCക്ക് എന്താ സംഭവിക്കുക? പ്ലാസ്മോഡിയം നോളിസിസ് ന്യൂഡി ഐഡന്റിഫൈഡ് ആണ്. ഓക്കെ, ശരിയാണ്. പ്ലാസ്മോഡിയം നോളിസിസ് ന്യൂഡി ഐഡന്റിഫൈഡ് തന്നെയാണ് പറയുന്നത്. കോമൺ ആയിട്ട് അത് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല എന്നാണ്. ഓക്കെ, സൈസ് എൻലാർജ്ഡ് എഴുതിയിട്ടുണ്ട്. ഏതിലാണ് സൈസ് എൻലാർജ്ഡ് ആവുക? ഓക്കെ, മെജോറിറ്റി ആൾക്കാർ എഴുതിയേക്കുന്നത് വൈവാക്സ് തന്നെയാണ്. ബേസിക്കലി പ്ലാസ്മോഡിയം ഒവേലിലും പ്ലാസ്മോഡിയം വൈവാക്സിലുമാണ് സൈസ് ഓഫ് RBC എൻലാർജ്ഡ് ആയിട്ട് കാണാം. പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിൽ സൈസ് ഓഫ് RBC എൻലാർജ്ഡ് ആവില്ല. മോസ്റ്റ്ലി സെയിം സൈസോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സൈസ് ഡിസ്റ്റർഡ് ആയിട്ടൊക്കെ കാണാം. പക്ഷെ സൈസ് എൻലാർജ്ഡ് ആവുന്നത് വൈവാക്സിലും പ്ലാസ്മോഡിയം ഒവേയിലുമാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യം സ്മിയറിൽ നോക്കുന്ന ഒരു സംഭവം. ഓക്കെ, ശരി. അപ്പൊ 2 types ഓഫ് പാരസൈറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. കോമൺലി ഇന്ത്യയിൽ കാണുന്ന വൈവാക്സും ഫാൽസിപാരവുമാണ്. ഹ്യൂമൻ ഹോസ്റ്റിലെ പാരസൈറ്റ് ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് ഉണ്ടാവും. ഒരു കോംപ്ലക്സ് ലൈഫ് സൈക്കിൾ ആണ്. എറിത്രോസൈറ്റ് RBCയുടെ ഉള്ളിൽ ഒരു ഫേസ് ഉണ്ട്, ലിവർ സെൽസിന്റെ ഉള്ളിൽ ഒരു ഫേസ് ഉണ്ട്. ബേസിക്കലി പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി, എറിത്രോസൈറ്റിക് ഷൈസോഗണി, അങ്ങനെ 2 ഫേസസ് ആണ് ഇതിന്റെ തുടക്കം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് ഏറ്റവും ഡെഡ്ലി ഫോം ഓഫ് മലേറിയ.
ഓക്കെ, ഇത് ട്രെൻഡ് ഓഫ് മലേറിയ ഡെത്ത്സ് ആണ്, കേസസ് ആൻഡ് ഡെത്ത്സ് ഇൻ ഇന്ത്യ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഏറെക്കുറെ ഡെത്തുകൾ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും, അതായത് 2001 മുതൽ 2014 വരെയുള്ള കാലഘട്ടമെടുത്താൽ ആയിരങ്ങളിൽ നിന്ന് ഡെത്തുകൾ 500കളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കേസസിന്റെ നമ്പർ അങ്ങനെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് പാസ്പോർട്ട് ഫാൽസിഫൈങ് കേസസ് 2014 7,22,546 ആയിരുന്നു. ഒരു 2001 10 ലക്ഷത്തിനടുത്തായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് കേസുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ടോട്ടൽ മലേറിയ കേസസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ കേസസ് ഇപ്പോഴും ഉണ്ട്. കേസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു 10 കൊല്ലം മുന്നേ ആണെങ്കിൽ കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ മലേറിയ വളരെ റെയർ ആണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും മലേറിയ കേസ് സാധ്യതകളിലും കൂടുതലുള്ള സാഹചര്യം ആയതുകൊണ്ട് മലേറിയ കേസ് ഇപ്പോഴും ഇവിടെ നിന്ന് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ഇനി കൂടുതൽ പോകുന്നതിന് മുന്നേ ഈ ഒരു സംഭവം കൂടെ നമ്മൾ അറിയണമെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ വെക്ടേഴ്സ് ഓഫ് മലേറിയ, പലതരത്തിലുള്ള വെക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു മലേറിയ കോസ് ചെയ്യുന്നത്. അതിൽ അനോഫിലസ് കുലിസിഫേഷ്യസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഏറ്റവും മെയിൻ വെക്ടർ ഓഫ് മലേറിയ. അതിന്റെ ഫീഡിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് സൂഫിലിക് സ്പീഷീസ് ആണ്. അത് ഹൈ ഡെൻസിറ്റീസ് ഉണ്ടാവുമ്പോൾ ലാർജ് ഡേ ടൈമിലാണ് റെസ്റ്റ് ചെയ്യുക, ഹ്യൂമൻ ഡ്വെല്ലിങ്സിലാണ് അത് റെസ്റ്റ് ചെയ്യുക. റെയിൻ വാട്ടർ പൂൾസിലും പഡിൽസിലും ബോറോപിറ്റ്സ്, റിവർ ബെഡ് പൂൾസ്, ഇറിഗേഷൻ ചാനൽസ് ഇവിടെയൊക്കെയാണ് അത് ബ്രീഡ് ചെയ്യുക. അപ്പൊ മൺസൂൺ റെയിൻ, മഴക്കാലത്തിന് ശേഷമാണ് കോമൺലി ഈ പറയുന്ന ബ്രീഡിങ് നടക്കുക എന്നുള്ളത്. ബൈറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഓരോ വെക്ടർ സ്പീഷീസിനും ചെറിയ ചേഞ്ചസ് ഉണ്ട്. എൻവയോൺമെന്റൽ കണ്ടീഷൻസും ബൈറ്റിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ സാധാരണഗതിയിൽ ഡസ്ക്, ഇരുട്ടിന് ശേഷമാണ് ഈ പറയുന്നത്, സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന സ്പീഷീസ് ബൈറ്റ് ചെയ്യുക. പക്ഷെ ഓരോ സീസൺസ് മാറുന്നതനുസരിച്ച് ചെറിയ ചേഞ്ചസ് ബൈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവും. മലേറിയ കൺട്രോൾ സ്ട്രാറ്റജിയെ പറ്റി ബ്രീഫ് ആയിട്ടൊന്ന് പറയണമെന്ന് തോന്നുന്നു. ബേസിക്കലി ഏർലി കേസ് ഡിറ്റക്ഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏർലി കേസ് ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. അതിൻ്റെ അകത്ത് ഏറ്റവും വേഗം കേസ് കണ്ടുപിടിക്കുക, പെരിഫറൽ ലെവലിൽ തന്നെ PHC FHC ലെവലിൽ തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യുക, കേസ് ഡയഗ്നോസ് ചെയ്യുക, എത്രയും വേഗം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. അൺകോംപ്ലിക്കേറ്റഡ് മലേറിയ, അതായത് പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ടാക്കുന്ന അൺകോംപ്ലിക്കേറ്റഡ് മലേറിയയിൽ ക്ലോറോക്വിൻ തന്നെയാണ് ഫസ്റ്റ് മെയിൻ ആന്റി മലേറിയൽ ഡ്രഗ്. പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് മലേറിയയിലേക്ക് കൊണ്ടുപോകുന്നത്, സെർബൽ മലേറിയ പോലുള്ള കണ്ടീഷൻസ്. അങ്ങനെയുള്ള കണ്ടീഷൻ മൾട്ടി ഡ്രഗ് റെജീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മലേറിയ കൺട്രോൾ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ NVBDCP പറയുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ആൻഡ് FTDs ആണ്. ഇത് ബേസിക്കലി നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് കൂടുതലും പ്രവലന്റ് ആയിട്ടുള്ളത്. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ PHC തലത്തിൽ തന്നെ നമ്മൾ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഡ്രഗ് റെസിസ്റ്റൻസ് ഇൻ മലേറിയ ഒരു ഇമ്പോർട്ടന്റ് പ്രശ്നമാണ് ഇപ്പൊ കാണുന്നത്. അതുപോലെ തന്നെ ടു PM വരെ ഉള്ളു, സ്കാൻ ചെയ്തിട്ട് സെയിം. അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ ഓൾട്ടർനേറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ മലേറിയയെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പിന്നെ വെക്ടർ കൺട്രോൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു, ഇത് വെക്ടർ കൺട്രോൾ സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. കെമിക്കൽ കൺട്രോൾസ് ഉണ്ട്, ചില കെമിക്കൽസ് ഉപയോഗിച്ച്, റെസിഡുവൽ സ്പ്രേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെക്ടറിനെ കൊല്ലുന്നു. അതോടൊപ്പം ലാർവിവോറസ് ഫിഷുകളെ ഉപയോഗിച്ചിട്ട്, മീനുകളെ ഉപയോഗിച്ചിട്ട് നമ്മൾ ലാർവയെ കൊല്ലും. പേഴ്സണൽ പ്രൊഫൈലൈറ്റിക് മെഷേഴ്സ് ആണ് ഏറ്റവും അധികം. മോസ്കിറ്റോ റിപ്പലന്റ് ക്രീംസ് നമ്മൾ ആളുകളോട് ഉപയോഗിക്കാൻ പറയുന്നു, കോയിൽസ്, മാറ്റ്സ് ഇതെല്ലാം ഉപയോഗിക്കാൻ പറയുന്നു, ബെഡ് നെറ്റ്സ് ഉപയോഗിക്കാൻ പറയുന്നു, ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ച് ബെഡ് നെറ്റ്സ്. അതുപോലെ മാക്സിമം നമ്മുടെ സ്ലീവ്സും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് നമ്മൾ പേഷ്യൻസ് ആൾക്കാരോട് ഉപയോഗിക്കാം. ഏറ്റവും അധികം ആൾക്കാരെ നമ്മളിൽ ഇൻവോൾവ് ആക്കുന്നു, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നു. NGO സ്കീംസ് ഉണ്ട്. സോഴ്സ് റിഡക്ഷൻ കുറയ്ക്കാനായിട്ട് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് മെഷേഴ്സ് വെക്കുക, അതായത് ബ്രീഡിംഗ് പ്ലേസസ് പരമാവധി കുറയ്ക്കുക. അതുപോലെ സ്റ്റോർഡ് വാട്ടർ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് വെക്കുക. ടാങ്കുകളും കാര്യങ്ങളും ഒക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂടി വെച്ചിട്ട് അടച്ചു വെക്കാനുള്ള ശ്രമം ചെയ്യുക. ബ്രീഡിംഗ് സോഴ്സസ് കാര്യമായിട്ട് കുറയ്ക്കുക. പ്രോഗ്രാം നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ജില്ലാതലത്തിലും മലയാള റിസർച്ച് സെന്റർ, ICMR പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർവേസ് നടത്തുന്നുണ്ട്, ഫീഡ്ബാക്കുകൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ ഭാഗത്തിലും കപ്പാസിറ്റി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ കേസ് ഡിറ്റക്ഷൻ റേറ്റുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും, പാരസൈറ്റ് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഉള്ള ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നു.
പ്രോഗ്രാമിന്റെ എവല്യൂഷൻ ഇങ്ങനെയായിരുന്നു. 1950s ഈ പറയുന്ന മലേറിയ കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും ആദ്യം DDT സ്പ്രേ ചെയ്ത് വളരെ എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്ത ഒരു അസുഖമായിരുന്നു. അതിനുശേഷം 70കളുടെ മധ്യത്തിലാണ് കേസുകൾ വീണ്ടും കൂടുന്നുവെന്നും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളോ അതിന്റെ കേസുകൾ കൂടുന്നുവെന്നും കാണുകയും വീണ്ടും പ്രോഗ്രാം റിവാമ്പ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതിനുശേഷം മലേറിയയ്ക്ക് മാത്രമായിട്ട് തുടങ്ങിയ പ്രോജക്റ്റ് പിന്നെ 6 വെക്ടർ ബോൺ ഡിസീസിനെയും കൂടി ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ സ്റ്റേറ്റിൽ എത്തിയത്. അപ്പൊ ഈ FDT UMS എല്ലാം UMS എന്ന് പറയുന്നതും കൂടി നമ്മൾ അറിയേണ്ട കാര്യമാണ്. എസ്പെഷ്യലി അർബൻ FH പോലെ തന്നെ അർബൻ PHCകളുണ്ട്, UPHCകളുണ്ട്. അവിടെയും മലേറിയ ഡിറ്റക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഊർജിതമാക്കണം എന്ന് പറഞ്ഞതിന് കാരണം സ്റ്റീഫൻസി എന്ന് പറയുന്ന വെക്ടർ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അർബൻ ഏരിയാസിൽ മലേറിയ കൂടുതലായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ അതും ഏർലി ഡിറ്റക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അർബൻ മലേറിയ സ്കീം വേണം. നമ്മുടെ കോൺടെക്സ്റ്റിൽ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ബേസിക്കലി അർബൻ മലേറിയ സ്കീം മലേറിയ മൂലമുള്ള ഡെത്തുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാം. കൺട്രോൾ സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് 60% ഓഫ് ദ ഓൾ ദ ഫീവർ കേസസ്, അതായത് നമ്മുടെ PHC FHCകളിൽ വരുന്ന 60% വരുന്ന ഓൾ ദ ഫീവർ കേസസ് ഷുഡ് ബി സ്ക്രീൻഡ് യൂസിങ് ക്വാളിറ്റി മൈക്രോസ്കോപ്പ്. അതായത് PHCയിൽ വരുന്ന എല്ലാ ഫീവർ കേസസിലും 60% എങ്കിലും മൈക്രോസ്കോപ്പി വെച്ച് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയും അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി വെച്ച് സ്ക്രീൻ ചെയ്യുകയും 40% റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കാർഡ് ടെസ്റ്റ് വഴി നമ്മൾ സ്ക്രീൻ ചെയ്യുകയും വേണം എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത്. അവിടെ ഡിറ്റക്ട് ചെയ്ത എല്ലാ കേസുകളെയും നമ്മൾ എത്രയും വേഗം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. വിത്തിൻ 3 days തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസം ക്ലോറോക്കിനും 14 ദിവസം പ്രൈമാക്കിനും ട്രീറ്റ്മെന്റും ആണ് കൊടുക്കേണ്ടത്. ഏത് സ്പീഷീസ് ആണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിനാണ് ഈ പറയുന്ന ഡബിൾ മൾട്ടി കമ്പൈൻഡ് ഡ്രഗ് റെജിം. നയത്തിൽ പറയുന്ന വേറൊരു കാര്യം PHC ലെവലിന്റെ അബോ, അതായത് എല്ലാ FHCകളിലും എസ്പെഷ്യലി ഹൈ റിസ്ക് ഏരിയയിലുള്ള ചെറിയ സ്ഥാപനങ്ങളിൽ പോലും മൈക്രോസ്കോപ്പി RDT ചെയ്യണം എന്നുള്ളതാണ് വെക്ടർ കൺട്രോൾ പ്രോഗ്രാമിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ലക്ഷ്യം. ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 80% ഓഫ് ദോസ് സഫറിംഗ് ഫ്രം മലേറിയ ഗെറ്റ് അഫോർഡബിൾ, കറക്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് വിത്തിൻ 24 hours ഓഫ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. 80% ഓഫ് ദോസ് ഹൈ റിസ്ക് ഓഫ് മലേറിയ ഗെറ്റ് പ്രൊട്ടക്റ്റഡ് ബൈ എഫക്റ്റീവ് പ്രിവെന്റീവ് മെഷർ. അപ്പൊ നമുക്ക് ഏറ്റവും ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ എസ്പെഷ്യലി അതിഥി തൊഴിലാളി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ സാധാരണ ഒരു പനിയോ മേലുവേദനയൊക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നത്. ചിലപ്പോൾ പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന്റെ പ്രോഡ്രോമൽ ഫേസിലോ അല്ലെങ്കിൽ അതിന്റെ ഇനിഷ്യൽ ഫേസിലോ വരുന്ന കേസുകളായിരിക്കാം. പലപ്പോഴും നമ്മൾ സ്മിയർ ചെയ്യാത്തതുകൊണ്ട് മാത്രം മിസ്സായി പോകാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫീവറും ചിൽസും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അതിഥി തൊഴിലാളികൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മലേറിയ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അനിവാര്യമാണ്. അവർ എന്തായാലും നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കേണ്ടത് അനിവാര്യമാണ്. ഇമ്പാക്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബേസിക്കലി 50% മോർട്ടാലിറ്റി റിഡക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഒരു ഡെമോഗ്രഫി ആണ് മലേറിയയെ സംബന്ധിച്ചിടത്തോളം WHO വെബ്സൈറ്റിൽ നിന്നുള്ളത്. ബേസിക്കലി ഇതൊക്കെ സ്ലൈഡിൽ ഞാൻ തരാം. ബേസിക്കലി ഇത് അതിന്റെ IEC ആണ് WHO. വെക്ടർ കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിന്റെ അകത്ത് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് പേഷ്യൻസിനോട് പറയാൻ പറ്റുന്നത്. യെല്ലോ ഫീവറും ജപ്പാനീസ് എൻകെഫലൈറ്റിസ് ആണെങ്കിൽ വാക്സിൻ എടുക്കുക. ഇൻസെക്ട് റിപ്പലൻസ് ഉപയോഗിക്കുക മലേറിയയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലോങ് സ്ലീവ് കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടാവുന്ന സാഹചര്യം പരമാവധി കുറയ്ക്കും. മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷനിൽ ഈ പറയുന്ന അത് ഒരു അഡ്വാൻസ് സ്ട്രാറ്റജിയാണ്. ബേസിക്കലി ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് 2ന് മുകളിലുള്ളതും ദോസ് ഹാവിംഗ് ലെസ് ദാൻ 2 ഉള്ള സ്ഥലങ്ങളിലും നമ്മുടെ സ്ഥലങ്ങളെ ഈ പറയുന്ന പ്രദേശങ്ങളെ ഡിഫറെന്റ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസും 2ൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ 2 റൗണ്ട് ഓഫ് ഇൻസെക്ടിസൈഡൽ സ്പ്രേ വിത്ത് DDT ആൻഡ് ഓർ മാലത്തയോൺ 0.1 to 0.5 mg per square meter കോൺസെൻട്രേഷനിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്റമോളജിക്കൽ അസസ്മെന്റ് നടത്തുക, DVC കൊണ്ട് നേരിട്ടുള്ള ചെയ്യുന്നതായിരിക്കും. ആക്റ്റീവ് ആൻഡ് പാസീവ് സർവൈലൻസ് നടത്തുക എല്ലാ 2 ആഴ്ച. API 2ൽ താഴെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ലെസ് ക്രിട്ടിക്കൽ ഏരിയ ആണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ സ്പ്രേ ആണ് ചെയ്യേണ്ടത്. റെഗുലർ പാസീവ് സർവൈലൻസ് നേരത്തെ പറഞ്ഞ പോലെ ഫോർട്ട്നൈറ്റ് 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യും. എല്ലാ പോസിറ്റീവ് കേസിനും റാഡിക്കലായിട്ട് ട്രീറ്റ്മെന്റ് നടത്തുക. എല്ലാ പോസിറ്റീവ് കേസിനെയും 1 വർഷത്തേക്കെങ്കിലും ഫോളോ അപ്പ് ചെയ്യുക. മന്ത്ലി ഇന്റർവെൽസിൽ ഓരോ മാസം കൂടുമ്പോഴും അവരെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ അടുത്ത് നമ്മൾ ലാബ് ഡയഗ്നോസിസ് ഓഫ് മലേറിയയിലേക്ക് വരുന്നത്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ NVBDCയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് മലേറിയ തന്നെയാണ്. ലാബ് ടെക്നീഷ്യൻ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ലാബ് ഡയഗ്നോസിസ്. ബേസിക്കലി നമുക്ക് അറിയാവുന്ന പോലെ മൈക്രോസ്കോപ്പിക് ഡയഗ്നോസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ബ്ലഡ് സ്മിയർ ആണ് നമ്മുടെ PHC FHC ലെവലിൽ നമ്മൾ ചെയ്യുന്നത്. ഫ്ലോറസെന്റ് മൈക്രോസ്കോപ്പിക്കുള്ള സാഹചര്യം നമുക്കവിടെ ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. QBC ക്വാളിറ്റേറ്റീവ് ബഫി ക്വാണ്ടിറ്റേറ്റീവ് ബഫി കൂട്ടും നമ്മൾ ചെയ്ത് നോക്കാവുന്നു. അപ്പൊ ബ്ലഡ് സ്മിയർ തന്നെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസിനെ സംബന്ധിച്ച്. അതുപോലെ ബ്ലഡ് എടുത്തതിന് ഏറ്റവും വേഗത്തിൽ തന്നെ നമ്മൾ സ്മിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പാരസൈറ്റിന്റെ മോർഫോളജിയിൽ കാര്യമായിട്ടുള്ള വ്യതിയാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്റ്റെയിനിങ് ക്യാരക്ടറിസ്റ്റിക്സിലും കാര്യമായ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തിക് സ്മിയർ ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റിസ്ക് ഓഫ് ഫിക്സിംഗ് ദ തിക് സ്മിയർ when thin is fixed with methanol, both smears on the same slide. അതുപോലെ ഫിംഗറിലുള്ള ആൽക്കഹോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെയാണ് നമ്മൾ ബ്ലഡ് സ്മിയർ കളക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഫിംഗറിൽ നിന്നാണ് നമ്മൾ യൂഷ്വലി ബ്ലഡ് എടുക്കേണ്ടത്. സൈഡ് ഓഫ് ദ ബോൾ ഓഫ് ദ ഫിംഗറിന്റെ സൈഡ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ വിരൽ നഖം ഉള്ളതിന്റെ ഈ ഭാഗത്തേക്കാണ് നമ്മൾ എടുക്കുക. ജെന്റ്ലി സ്ക്വീസ് ചെയ്യുക ടുവേർഡ്സ് എ പങ്ക്ചർ സൈറ്റ്. എന്നിട്ട് സ്ലൈഡ് ഷുഡ് ബി ഓൾവേസ് ഗ്രാസ് ബൈ ഇറ്റ്സ് എഡ്ജസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുക. നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ലാബ് ടെക്നീഷ്യൻസിനും മലേറിയയുടെ സ്ലൈഡ് ഉണ്ടാക്കുന്ന ട്രെയിനിങ് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് മുന്നേ തന്നെ. അപ്പോൾ ബേസിക്കലി എന്നിട്ട് നമ്മൾ ബ്ലഡ് എടുത്ത ശേഷം നമ്മൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വെച്ചിട്ട് ടങ് ഷേപ്ഡ് ആയിട്ടുള്ള സ്മിയർ ഉണ്ടാക്കും. അപ്പോൾ ഇതിലും സീക്വൻഷ്യലായിട്ട് കാണിച്ചിട്ട് 1 ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ക്ലീൻ സൈഡിലേക്ക് എടുക്കുക. ഫസ്റ്റ് ഡ്രോപ്പ് ഒരു 1 സെന്റിമീറ്റർ സർക്കിൾ ആക്കി മാറ്റുക. ഫ്രഷ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് എഡ്ജ് ഓഫ് ദ അനദർ സൈഡിലേക്ക് മാറ്റുക. ഈ ബ്ലഡ് ഫസ്റ്റ് സ്ലൈഡ് വെച്ചിട്ട് 45 ഡിഗ്രിയിൽ സെക്കൻഡ് സ്ലൈഡ് വെച്ച് നമ്മൾ അതിനെ ഒരു സ്മിയർ ആക്കി മാറ്റും. 2 സ്മിയറും ഫിക്സ് ആയിരിക്കണം സ്റ്റെയിൻ ചെയ്യുന്നതിന് മുന്നേ. തിൻ ഫിലിമും ഉണ്ട്, തിക് ഫിലിമും ഉണ്ട്. തിൻ ഫിലിം എന്ന് പറയുന്നത് സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. 20 to 40 മിനിറ്റ്സ് എല്ലാ ഫീൽഡ്സും കാണുന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ സ്പീഷീസ് കാണാൻ പറ്റുള്ളൂ. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. തിക് ഫിലിം എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പാടില്ല. സ്റ്റെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള സ്റ്റെയിനിങ് മെത്തേഡ് ഉണ്ടെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ജിഎംസ സ്റ്റെയിൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ജിഎംസ സ്റ്റെയിൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു തിക് ഫിലിം മോർ ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ് സ്പീഷീസ്. മലേറിയ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക്, പാരസൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ തിക് ഫിലിം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിൽ പലപ്പോഴും ലൈസ്ഡ് RBCs ആയിരിക്കും. 0.25 മൈക്രോലിറ്റർ ബ്ലഡ് ആയിരിക്കും 100 ഫീൽഡ്സ് നമുക്ക് കാണാൻ പറ്റുക. കൂടുതൽ വോളിയം നമുക്ക് കാണാൻ പറ്റും. അതാണ് തിക് ഫിലിം. കൂടുതൽ ഏരിയ നമുക്ക് ബേസിക്കലി, അതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ്ങിന് ഭയങ്കര നല്ലതാണ് തിക് ഫിലിം. അതേസമയം സ്ക്രീൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും കണ്ടു, നമുക്ക് സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്യണം, വൈവാക്സ് ആണോ ഫാൽസിപ്പയർ ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിൻ ഫിലിം തന്നെ ഉപയോഗിക്കണം. പ്രശ്നം എന്ന് വെച്ചാൽ തിൻ ഫിലിം ആണെങ്കിൽ കൂടുതൽ ഫീൽഡുകൾ നമ്മൾ നോക്കേണ്ടി വരും. അതായത് 0.005 മൈക്രോലിറ്റർ ബ്ലഡ് ആണ് 100 ഫീൽഡ്സിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമുക്ക് ഇതിനു വേണ്ടി എടുക്കേണ്ടി വരും. പിന്നെ എക്സ്പെർട്ടൈസ് കൂടുതൽ ആവശ്യമാണ് തിൻ ഫിലിം നോക്കിയിട്ട് ഏത് സ്പീഷീസ് ആണ് എന്ന് മനസ്സിലാക്കാൻ. സ്മോളർ വോളിയം ബ്ലഡ് മാത്രം നമുക്ക് ഫീൽഡ് മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ലോ ഡെൻസിറ്റി ഇൻഫെക്ഷൻ, വളരെ ചെറിയ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തിൻ ഫിലിമിൽ ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. കാരണം ഫീൽഡ്സ് നമ്മൾ കുറവാണ് നോക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ലൈഫ് സൈക്കിളിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്, ഡിഫറെന്റ് മോർഫോളജിക്കൽ സ്റ്റേജസ് ഉണ്ട്. നമുക്ക് ഷൈസോണ്ട് ഉണ്ട്, ഗാമറ്റോസൈറ്റ് ഉണ്ട്, ട്രോഫോസോയിറ്റ് ഉണ്ട്, ഏർലി ട്രോഫോസോയിറ്റ് ഫേസ്. അപ്പൊ ഇതിന്റെ അകത്ത് സൈറ്റോപ്ലാസം നോക്കുക. ബേസിക്കലി കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിംഗ് ഫോം നോക്കാനായി. അതുപോലെ പിഗ്മെന്റ്, ഈ പല ഡോട്ട്സ് ഉണ്ട്, ഷഫ്നോസ് ഡോട്ട്സ്, അങ്ങനെ പല ഡോട്ട്സ് ഉണ്ട് ചില സ്പീഷീസിൽ കാണാം. ഈ പറയുന്ന ഡോട്ട്സും നമുക്ക് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
അപ്പൊ പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണെന്നുണ്ടെങ്കിൽ റിംഗ് ഫോംസ് ഇങ്ങനെയാണ് കാണുക ബേസിക്കലി. അത് വളരെ അൺമിസബിൾ ആണെന്നാണ് തോന്നുന്നത്. ട്രോഫോസോയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ഗാമറ്റോസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബനാന ഷേപ്പ് ആയിട്ടുള്ള ഗാമറ്റോസൈറ്റ് കാണും. പ്ലാസ്മോഡിയം വൈവാക്സ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ആർ ബി സിയുടെ സൈസ് ആണ്. ആർ ബി സി എൻലാർജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഫാൽസിപാരം ആവാനുള്ള സാധ്യത കുറവാണ്. വൈവാക്സ് ആവാനോ വൈവാക്സ് ഓവേലോ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പ്ലാസ്മോഡിയം വൈവാക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിന്റെ ഗാമറ്റോസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കാണിച്ച പിക്ചറിലെ പോലെയാണ് ഇരിക്കുക. അതിന്റെ ഏർലി ട്രോഫോസൈറ്റോ റിംഗ് ഫോംസോ നമ്മുടെ ഈ പിക്ചറിലെ പോലെ ഇരിക്കും. ഇതിൽ ഒവയിലിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കും. ഒവയിൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് കുറവാണ്, പക്ഷെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കും അതിന്റെ ഗാമറ്റോസൈറ്റ്സ് ഉണ്ടാവും. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ വൈവാക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർ ബി സിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതി ഇതേപോലത്തെ ഫോംസും നമുക്ക് കാണാൻ ആക്ച്വലി പറ്റുന്നു. ഓക്കെ, ഇനി പ്ലാസ്മോഡിയം ഫാൽസിപാരം ഇതിന്റെ സ്മിയസ്മാണത്. ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആർ ബി സിസ് നോർമൽ സൈസിൽ തന്നെ ആയിരിക്കും. റിങ്സ് എന്ന് പറയുന്നത് ഡബിൾ ക്രോമാറ്റിൻ ഡോട്ട്സ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവും സെയിം ആർ ബി സി. നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് രണ്ട് സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 3 എണ്ണം ആക്ച്വലി കാണും. ഇവിടെയും നമ്മൾ 3 റിംഗ് ഫോംസ് കാണുന്നു. അപ്പൊ മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻ വിത്ത് സെയിം ആർ ബി സി എന്ന് പറയുന്നത് ഫാൽസിപാരത്തിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. ഗാമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് മെച്ചുവർ ആൻഡ് ഇമെച്ചുവർ ഫോംസ് ആണ്. എന്റെ ഗാമറ്റോസൈറ്റിന്റെ പിക്ചറാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചത്. ബാക്കിയുള്ള ഫേസസ് ഷൈസോണ്ടും കാര്യങ്ങളൊക്കെ കണ്ടാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ വളരെ റെയർ ആണെന്നാണ് പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നത്. So we can see all these forms also. Plasmodium vivax again RBCs വളരെ enlarged size ആയിരിക്കും. Infected erythrocytes 2 times എങ്കിലും enlarged ആയി കാണാം. ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് പറയുന്ന ഡോട്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട്. ഇതിന്റെ റിംഗ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ള ആർ ബി സി ആണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഷൈസോണ്ട് 12-24 മീറോസോയിറ്റ്സ് കാണും. ഗാമറ്റോസൈറ്റ്സ് ഈ പറയുന്ന റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ആയിരിക്കും. ഇതുപോലെ ഇരിക്കും ആക്ച്വലി ഗാമറ്റോസൈറ്റ്സ്. ഇത് വൈവാക്സിന്റെ ഗാമറ്റോസൈറ്റും ബനാന ഷേപ്പിൽ ഈ സിക്കിൾ ഷേപ്പ് കാണുന്ന ഫാൽസിപാരത്തിന്റെ ഗാമറ്റോസൈറ്റും ഈസിലി ഐഡന്റിഫൈബിൾ ആണ്, ഡിസ്റ്റിങ്വിഷബിൾ ആണ്. പ്ലാസ്മോഡിയം ഒവയിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലധികം കാണുന്നില്ല പ്ലാസ്മോഡിയം ഒവയിൽ. പക്ഷെ ഒവയിലും ആർ ബി സിസ് കുറേ കൂടെ എൻലാർജ്ഡ് ആയിരിക്കാം. മോഡറേറ്റ്ലി എൻലാർജ്ഡ് ആയിട്ടാണ് കാണുന്നത്. മറ്റേതെല്ലാം നമ്മൾ 2 times എൻലാർജ് ആണ്, ഇതൊരു 1.5 times 1.4 ടൈപ്സ് എൻലാർജ്ഡ് ആയിട്ട് കാണും. ഇതിലും ഫിംബ്രേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ഉണ്ടാവും. ഇതിന്റെ ഗാമറ്റോസൈറ്റ്സും റൗണ്ട് അല്ലെങ്കിൽ ഓവലാണ്. പ്ലാസ്മോഡിയം മലേറിയ ഈ പറയുന്ന പോലെ നോർമൽ അല്ലെങ്കിൽ ആർ ബി സിയുടെ സൈസ് ചെറുതായിരിക്കും പ്ലാസ്മോഡിയം മലേറിയ. അത് നമ്മുടെ ഇവിടെ നാട്ടിൽ കാര്യമായിട്ട് കാണുന്നില്ല പ്ലാസ്മോഡിയം മലേറിയ. ട്രോഫോസോയിറ്റ് വളരെ കോമ്പാക്റ്റ് ആയിരിക്കും. ഗാമറ്റോസൈറ്റ് റൗണ്ട് ആയിരിക്കും. ഇതുപോലെ വളരെ ഡേർട്ടി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. വളരെ വൃത്തിയായിട്ട് ഒരു ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും നമ്മുടെ പ്ലാസ്മോഡിയം മലേറിയയുടെ ഗാമറ്റോസൈറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന് യൂഷ്വലി നമ്മൾ കാണുന്ന റിംഗ് ഫോം ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. റിംഗ് ഫോം ഇതാണ് നമ്മൾ ഏറ്റവും അധികം നോക്കുന്നത്. പിന്നെ ഗാമറ്റോസൈറ്റ്, ഫീമെയിൽ ഗാമറ്റോസൈറ്റ് ഉണ്ട്, മെയിൽ ഗാമറ്റോസൈറ്റ്. ഈ 3 കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള സ്കില്ല് നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഉണ്ടാവേണ്ടതാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മെയിൽ ഗാമറ്റോസൈറ്റ് ഇതുപോലെ റൗണ്ട് ഓർ ഓവൽ ആയിരിക്കും. പിന്നെ ഷൈസോണ്ടും ഈ പറയുന്ന ഷൈസോണ്ട് കുറച്ചുകൂടി മെച്ചുവർ ഷൈസോണ്ടാണ് ഇതാണ്ട് ഇതുപോലെ. പ്ലാസ്മോഡിയം മലേറിയ ഓൾറെഡി നമ്മൾ കണ്ടു. പ്ലാസ്മോഡിയം ഒവയിലും മലേറിയമാണ് ബാക്കി 2 ടൈപ്സ്. പാരസൈറ്റ് ഡെൻസിറ്റി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പാരസൈറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡിലെ നമ്പർ ഓഫ് പാരസൈറ്റൈസ്ഡ് ആൻഡ് നോൺ പാരസൈറ്റൈസ്ഡ് ആർ ബി സി ഇൻ ദ സെയിം ഫീൽഡ് ഓൺ ദ തിൻ സ്മിയർ ആണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് പാരസൈറ്റീമിയ എന്ന് പറയുന്നത് പാരസൈറ്റൈസ്ഡ് ആർ ബി സിയുടെ നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആർ ബി സി. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആർ ബി സിയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആർ ബി സിയും ടോട്ടൽ നമ്പർ ഓഫ് ആർ ബി സിയും തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ, ഒരു പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് ഓഫ് പാരസൈറ്റീമിയ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 200 WBC ഓൺ തിക് ഫിലിം നമ്മൾ കൗണ്ട് ചെയ്യേണ്ടി വരും. ബേസിക്കലി പെർസെൻറ്റേജ് പാരസിറ്റീമിയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇതും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പോൾ ആസ് ഓഫ് നോ തിയറിറ്റിക്കലി മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. നമുക്ക് FHCയിൽ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ഒന്നും തൽക്കാലം പ്രൊവിഷൻ ഇല്ല. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ ഇതുപോലെ കാണും മലേറിയ പാരസൈറ്റിന്റെ ഗാമറ്റോസൈറ്റ്. QBC ക്വാണ്ടിറ്റേറ്റീവ് ബഫിക്കോട്ട് എന്ന് പറയുന്ന മറ്റൊരു സ്ക്രീനിങ് മെത്തേഡാണ്. വളരെ ക്വിക്കാണ്. അതുപോലെ കൂടുതലായിട്ടുള്ള സ്കിൽ ആവശ്യമില്ല. പക്ഷെ അത് ചെയ്യാനായിട്ട് സെൻട്രിഫ്യൂജ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റെയിൻ ആവശ്യമാണ്. മലേറിയ പാരസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂറസ് ഗ്രീൻ ഓർ യെല്ലോ അഗെയിൻസ്റ്റ് ഡാർക്ക്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇതുകൊണ്ട് പറ്റത്തില്ല. അതുപോലെ ക്യാപ്പിലറി ട്യൂബും ബാക്കി എക്യുപ്മെന്റ്സും ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് വില താരതമ്യേന കൂടുതലാണ്. പിന്നെ അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. സ്പിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് പ്രിസർവ് ചെയ്ത് വെച്ച് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസ് സാധ്യമാണ്. QBC ബഫി കോഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാപ്പിലറി ട്യൂബ് ഒന്നും സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇതാണ് QBC. ആരും ഇവിടെ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. മലേറിയ സീറോളജി നമ്മൾ തൽക്കാലം നമ്മളുടെ സ്ഥാപനങ്ങളിലൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. സ്മിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. റാപ്പിഡ് കാർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥലത്തും ഉണ്ടാവും. HRP2 ആൻഡ് ആൽഡോലേസ് ആണ് കോമൺലി യൂസ് ചെയ്യുന്ന കാർഡുകളിലുള്ളത്. പിന്നെ PLDH ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ഉള്ള കാർഡുകളും ആക്ച്വലി നമുക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ RDTയുടെ ഒരു സാധാരണ നമുക്കറിയാവുന്ന എല്ലാ അസുഖങ്ങളുടെയും RDT ഉള്ള പോലെ തന്നെ RDT ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് അഡ്സോർബൻ പാഡ് ഉണ്ട്, കൺട്രോൾ ലൈൻ ഉണ്ട്, ടെസ്റ്റ് ലൈൻ ഉണ്ട്, നൈട്രോസെല്ലോസ് മെംബ്രെയിൻ ആണ് നമുക്ക് ഈ കാർഡിന്റെ അകത്ത് വെച്ചേക്കുന്നത്. കോൺജുഗേറ്റ് പാഡ് ഉണ്ട്, സാമ്പിൾ ഒഴിക്കുന്ന ഒരു പോർഷൻ. ബ്ലഡ് കളക്ട് ചെയ്യുക, ഏതൊരു ICT ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക, എന്നിട്ട് ബഫർ ഇന്റഗ്രേറ്റ് ചെയ്യും. അതിനുശേഷം ടെസ്റ്റ് കൺട്രോൾ ബാൻഡിന്റെ അവിടെ നമുക്ക് ലൈൻ കിട്ടും. ബേസിക്കലി ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ടെസ്റ്റ് ബാൻഡിന്റെ അടുത്ത് നമുക്ക് ഇപ്പോൾ പേഷ്യന്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ബാൻഡ് എടുത്ത് നമുക്കൊരു ലൈൻ കിട്ടും. അതിന്റെ പ്രിൻസിപ്പൾ ആണ് എൻ്റെ അത് കാണിച്ചത്. ബേസിക്കലി പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ലൈനും 2 ടെസ്റ്റ് ലൈനും നന്നായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മളെല്ലാവരും നമ്മളിവിടെ RDT സപ്ലൈ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് RDTകളെ കാണാൻ പറ്റൂ. ഏതൊരു RDTയെ പോലെ തന്നെ മലേറിയ RDT സ്ക്രീനിങ് ടെസ്റ്റ് മാത്രം. അതേസമയം മിക്സ്ഡ് ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എറോണിയസ് റിസൾട്ട്സ് കിട്ടും. പ്ലാസ്മോഡിയം ഫാൽസിപാരം വൈവാക്സും എല്ലാം കൂടി ഉള്ള ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന RDT വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അതുപോലെ പ്ലാസ്മോഡിയം ഓവയിലും മലേറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ RDT അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല. അതിനാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മൈക്രോസ്കോപ്പിനെ ചെയ്യും. ബേസിക്കലി RDT ഒരിക്കലും മൈക്രോസ്കോപ്പിനെ റീപ്ലേസ് ചെയ്യാനുള്ളതല്ല. RDTയിൽ പോസിറ്റീവായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ കൺഫേം ചെയ്യണം. സ്പീഷീസ് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യും. എലൈസ നമ്മൾ തൽക്കാലം എവിടെയും ചെയ്യുന്നില്ല. എലൈസ ടെസ്റ്റ് ബേസിക്കലി ഏതൊരു ഇതുപോലെ ആന്റിബോഡീസിന്റെ പെർസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ബേസിക്കലി സർവൈലൻസ് പർപ്പസിനാണ് നമുക്ക് എലൈസ. PCR നമ്മുടെ സാധാരണ സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് ചെയ്യാനില്ല. PCR ഗ്രോത്ത് എൽപ്രോഫോറസിസ് ചെയ്യാം. അതുപോലെ എന്നിട്ട് നമുക്ക് അതിന്റെ ബാൻഡിന്റെ വിഡ്ത്തും അതുപോലെ തന്നെ എത്ര വൈറൽ ലോഡും ഓർഗാനിസം ലോഡും നമുക്ക് ഇതിന്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി ഓരോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെയും കമ്പാരിസൺ ആണ്. നമ്മുടെ FHC ലെവലിൽ നമ്മൾ ഏറ്റവും അധികം സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് മൈക്രോസ്കോപ്പി തന്നെയാണ്. തിക് ഫിലിമും തിൻ ഫിലിമും കണ്ടുപിടിക്കാനും അത്യാവശ്യം പ്ലാസ്മോഡിയം വൈവാക്സും ഫാൽസിപാരവും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി പ്ലാസ്മോഡിയം ഫാൽസിപാരം. കാരണം പ്ലാസ്മോഡിയം ഫാൽസിപാരം അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ സെറിബ്രൽ മലേറിയ പോലുള്ള ഫേറ്റൽ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗം ഇത് കണ്ടുപിടിക്കുക, ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്ത അസുഖം വെക്ടർ കൺട്രോൾ പ്രോഗ്രാമിൽ വരുന്ന അസുഖം എന്ന് പറയുന്നത് ഫൈലേറിയാസിസ് ആണ്. ഫൈലേറിയാസിസിന് നമ്മൾ നേരത്തെ പിക്ചർ കണ്ട പോലെ മൈക്രോഫൈലേറിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ഫൈലേറിയസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏത് ഇപ്പൊ ഒരു ഞാനൊരു എല്ലാവരും ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടി ചോദിക്കാണ്. നമ്മുടെ ഒ പിയിൽ ഒരാളൊരു ഫൈലേറിയൽ ലിംഫെഡീമ ആയിട്ടുള്ള ഒരു വലിയൊരു ഫൂട്ടായിട്ട് വരികയാണ്. അയാളുടെ നമുക്ക് ബ്ലഡ് സ്മിയർ എടുത്ത് നോക്കി മൈക്രോ ഫൈലേറിയ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഗ്രേഡ് 5 ഫൈലേറിയൽ ലിംഫെഡീമ ആയിട്ടുള്ള ഫൂട്ടുമായിട്ട് വന്ന ഒരു പേഷ്യന്റിന് നമ്മൾ മൈക്രോ ഫൈലേറിയ ബ്ലഡിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് മൈക്രോ ഫൈലേറിയ കാണാൻ സാധിക്കുമോ ഇല്ലയോ? നോ എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്, നൈറ്റ് സാമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. നോ എല്ലാവരും നോ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നോ എന്ന് പറയുന്നതെന്ന് കൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. അതായത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫൈലേറിയൽ ലിംഫെഡീമ ആയിട്ട് വന്ന ഒരു പേഷ്യന്റിന്റെ മൈക്രോ ഫൈലേറിയ കണ്ടുപിടിക്കാൻ എക്സാമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ബ്ലഡിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. നൈറ്റ് സാമ്പിൾ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത്. ഓക്കെ, നൊക്ടേണൽ പീരിയോഡിസിറ്റി ഓക്കെ ശരി, പക്ഷെ എന്റെ ചോദ്യം ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. അതായത് എസ്റ്റാബ്ലിഷ് ആയിട്ട് ലിംഫെഡീമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബ്ലഡ് ഫിലിം എടുത്ത് മൈക്രോഫിലർ നോക്കിയാലും നമുക്ക് മൈക്രോഫിലർ കിട്ടാൻ പോകുന്നില്ല. കാരണം എസ്റ്റാബ്ലിഷ് ആയിട്ട് ലിംഫെഡീമ ഉണ്ടാവുന്ന സാഹചര്യം ആവുമ്പോഴേക്കും ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓർഗാനിസം പോയിട്ടുണ്ടാവും. ഓർഗാനിസം ഉണ്ടാക്കുന്ന ചേഞ്ചസ് ലിംഫാറ്റിക് ടിഷ്യൂസിലും ലിംഫ് നോഡ്സിലും ഓർഗാനിസം ഉണ്ടാക്കുന്ന ചേഞ്ചസിന് ശേഷമാണ് ഈ പറയുന്ന പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ലിംഫെഡീമ ഉണ്ടാകുന്നത്. അത് പുറമേ കാണാൻ പറ്റുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലിംഫെഡീമ ഉള്ള ഒരു പേഷ്യന്റിന് ഒരിക്കലും അയാളുടെ ശരീരത്തിൽ മൈക്രോഫൈലേറിയ ഉണ്ടാവില്ല. കാരണം ഓൾറെഡി മൈക്രോഫൈലേറിയ ബാധിച്ച് മൈക്രോഫൈലേറിയ ശരീരത്തിൽ നിന്ന് ആക്ച്വലി പെരിഫറൽ ബ്ലഡിൽ നിന്ന് ആക്ച്വലി നഷ്ടപ്പെട്ടു കാണും. നൊക്ടേണൽ പീരിയോഡിസിറ്റിയുടെ പോയിന്റ് കറക്റ്റ് ആണ്. അത് പക്ഷേ ഇതിന്റെ പ്രോഡ്രോമൽ ഫേസിലാണ് നമ്മൾ, അതായത് എസ്റ്റാബ്ലിഷ് ലിംഫെഡീമയ്ക്ക് ഉണ്ടാവുന്നതിന് വളരെ മുന്നേ തന്നെ പേഷ്യന്റ് ഇൻഫെക്ഷൻ കിട്ടി അതിന്റെ പ്രോഡ്രോമൽ ഫേസിലാണ് നമ്മുടെ ബ്ലഡിൽ മോർണിംഗ് ടൈമിൽ മൈക്രോഫൈലേറിയ കാണാത്തതും നൊക്ടേണൽ സമയം നമ്മൾ നോക്കുന്നതെന്നും പറയുന്നു. ഓക്കെ, ഈ നൊക്ടേണൽ സമയത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ വേറൊരു സംഭവം ചെയ്യും, ഈ പറയുന്ന മൈക്രോഫൈലേറിയ കണ്ടുപിടിക്കാനായിട്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് രാത്രി നമുക്ക് സ്മിയർ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു DEC എഴുതി. ഓക്കെ, DEC പ്രൊവക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പേഷ്യന്റ് DEC കൊടുത്ത ശേഷം 40-50 മിനിറ്റിന് ശേഷം നമ്മൾ പേഷ്യന്റിന്റെ ബ്ലഡ് എടുത്ത് മൈക്രോഫൈലേറിയക്ക് നോക്കുന്നതാണ് DEC പ്രൊവക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന പെരിഫറൽ സ്മിയറിൽ നമുക്ക് മൈക്രോഫൈലേറിയ ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ മൈക്രോഫൈലേറിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന പോലെ വളരെ ബേസിക് ആയിട്ടുള്ള നമുക്ക് സ്റ്റെയിനിങ് മെത്തേഡ് വഴി നമുക്ക് ഈ പറയുന്ന മൈക്രോഫൈലേറിയനെ നമുക്ക് ബ്ലഡിൽ കാണാൻ സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം 2 തിക്ക് ഫിലിമും 2 തിൻ ഫിലിമും എങ്കിലും നമ്മൾ എടുക്കണം മൈക്രോഫൈലേറിയ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ജെയിംസ് സ്റ്റെയിൻ നമുക്ക് ഉപയോഗിക്കാം, വേറെ സ്റ്റെയിനിങ് മെത്തേഡ്സ് ആക്ച്വലി ഉണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യം, മൈക്രോഫൈലേറിയക്ക് നേരത്തെ പ്ലാസ്മോഡിയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ട്. ബ്രുഗിയ, ഷെറി, അങ്ങനെ പല സ്പീഷീസ് ഉണ്ട്. ഷീത്ത് മൈക്രോഫൈലേറിയ ആണോ അൺഷീത്ത് മൈക്രോഫൈലേറിയ ആണോ, ആ ടിപ്പിന്റെ അറ്റത്തുള്ള ഡോട്ട്സ് ന്യൂക്ലിയസ് കൂടുതലായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതനുസരിച്ച് സ്പീഷീസ് വീണ്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പലരും നിങ്ങളുടെ ജില്ലയിൽ അറിയിച്ചാൽ അവർ തരും. ഇത് NBBDCP പ്രോഗ്രാം ആയിട്ട് പോലും മലേറിയയും ഫൈലേറിയയും വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നത്. ഓക്കെ, ഇതില് സ്റ്റെയിനിങ് എല്ലാ ലാബ് ടെക്നീഷ്യൻസും ഇതിന്റെ സ്റ്റെയിനിങ്ങും ഇന്റർപ്രിട്ടേഷനും ബേസിക്കലി അതിന്റെ എങ്ങനെയാണ് അത് ഇരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസന്റേഷൻ മാത്രം കണ്ടാൽ അത് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. ചെയ്ത് തന്നെ നോക്കേണ്ടതാണ് സ്റ്റെയിൻ ഉണ്ടാക്കുന്നത്, സ്മിയർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫൈലേറിയസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് റിക്കറന്റ് ഫീവർ ആണ്. അത് ഇന്റർമീഡിയന്റ് ആയിരിക്കും, അല്ലെങ്കിൽ റെമിറ്റന്റ് ഫീവർ ആയിരിക്കാം. വിശപ്പില്ലായ്മ ഉണ്ടാവും. സ്പ്ലീനോമെഗലി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫൈലേറിയസിനെ സംബന്ധിച്ചിടത്തോളം. ലിവർ എൻലാർജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ലിംഫഡിനോപ്പതി ഉണ്ടാവും, പക്ഷെ അത് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസിൽ ലിംഫഡിനോപ്പതി അത്ര കോമൺ ആയിട്ട് കാണുന്നില്ല. അനീമിയ ഉണ്ടാവും. ഇതെല്ലാം ഫീച്ചേഴ്സ് എല്ലാം ഇതാണെന്ന് പറയാൻ വേറൊരു കാരണം, നമ്മുടെ ലാബിൽ നമുക്ക് വരുന്ന സാമ്പിൾസിൽ നമ്മുടെ അനീമിയയുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫീച്ചേഴ്സോ ഉള്ളതായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സസ്പീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഓഫീസിനെ അറിയിച്ച് ഫൈലേറിയ ടെസ്റ്റ് കൂടെ ചെയ്യാൻ വേണ്ടി നമുക്ക് അവരോട് പറയാവുന്നതാണ്.
ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം 1955 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2003-2004 ആയപ്പോഴത്തേക്കും NVBDC പ്രോഗ്രാമിലേക്ക് അത് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇൻഡിജിനസ് കേസസ് 20 സംസ്ഥാനങ്ങളിൽ 250 ജില്ലകളിൽ നിന്ന് ഇപ്പോഴും പുതിയ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ കോസ്റ്റൽ ഏരിയാസിലെ പോക്കറ്റ്സ് ഉണ്ടായിരുന്നു ഫൈലേറിയ എൻഡമിക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാവർക്കും അറിയാം മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രാറ്റജി, അതായത് DEC കൊടുത്തിട്ടുള്ള മാസ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രാറ്റജി ആയിരുന്നു. 400 മില്യൺ ആൾക്കാർക്കാണ് അത് കൊടുത്തത്. 2015 ഇനിഷ്യലി അത് എലിമിനേറ്റ് ചെയ്തിരുന്നെങ്കിലും ഇപ്പൊ 2020 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എലിമിനേഷൻ. അടുത്ത 5 വർഷത്തേക്ക് കൂടി ഈ പറയുന്ന സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബയോളജിക്കൽ കൺട്രോൾ ലാവിവോറസ് ഫിഷ് ആണ് നമ്മുടെ മലേറിയയിൽ പറഞ്ഞു പോലെ. അടുത്ത കാലാവസ്ഥ. ഇതിൽ 2 കാര്യങ്ങളോട് ഞാൻ ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് QC ഉണ്ട്, അതായത് മലേറിയ കൺട്രോൾ പ്രോഗ്രാം NVBDC പ്രോഗ്രാംസിന്റെ ക്വാളിറ്റി അസസ്മെന്റ് ആസ് ഫാർ ആസ് ലാബ്സ് ആർ കൺസേൺഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടിയുണ്ട്. ഇന്നിപ്പോൾ 6 ഡിസീസ് ഉള്ളത് കൊണ്ട് ഞാനത് നാളത്തേക്ക് മാറ്റിയേക്കാണ്. നാളെ ക്വാളിറ്റി അസസ്മെന്റ് നാളത്തെ സെഷനിലുണ്ട്. NVBDCയുടെ ക്വാളിറ്റി അസസ്മെന്റും നാളത്തെ സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. കാലാസാർ ലീഷ്മേനിയസ് ആണ് ബേസിക്കലി. ലീഷ്മേനിയ ഡോണോവാനിയാണ് ഇത് കോസ് ചെയ്യുന്ന ഒരേ ഒരു ഓർഗാനിസം. അതിന്റെ ഡൊമാസ്റ്റിക് ഫോംസ് ഉണ്ട്. ഇതും റെറ്റിക്കുലർ എൻഡോത്തൽ സിസ്റ്റത്തിലാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക. അതായത് ബോൺ മാരോ, സ്പ്ലീൻ ആൻഡ് ലിവർ, ഈ പറയുന്ന 3 സ്ഥലങ്ങളിലാണ് ഇത് കാണുക. സ്കിൻ സ്മിയറിന് ആക്ച്വലി കാണാൻ പറ്റും. ഇപ്പോ പക്ഷെ കേരളത്തിൽ കാലാസാർ അങ്ങനെ കാണുന്നില്ല. ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, UP പറയുന്ന 4 സ്ഥലങ്ങളിലാണ് കാലാസാർ കറന്റ് ഉള്ളത്. ഇതും ഈ പറയുന്ന സ്ഥലങ്ങളുള്ളതുകൊണ്ടാണ് NVBDC പ്രോഗ്രാമിലേക്ക് അത് ലയിപ്പിച്ചത്. ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സ്പ്ലീനോമെഗലി, സ്പ്ലീൻ വളരെയായിട്ട് എൻലാർജ്ഡ് ആയിരിക്കും, ലിവർ എൻലാർജ്ഡ് ആയിരിക്കും. ബ്ലാക്ക് ഫീവർ എന്നാണ് ഇതിന് വേറെ പേര്. കാരണം സ്കിന്നിന് വളരെ കറുത്ത കളർ കിട്ടും. അതുകൊണ്ടാണ് കാലാസാർ, കറുത്ത സ്കിന്നിന് വരുന്ന അസുഖം എന്ന് പറയുന്നത്. അനീമിയ ഉണ്ട്, വിളർച്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ബേസിക്കലി ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. 2 ആഴ്ചയിൽ കൂടുതൽ ഫീവേഴ്സ്, ആന്റിമലേറിയ ആന്റിബയോട്ടിക്സ് ഒന്നും കൊണ്ട് മാറാത്ത ഫീവർ ആണെന്നുണ്ടെങ്കിൽ, അനീമിയ ഉണ്ടെങ്കിൽ, ത്രോംബോസൈറ്റോപീനിയ ഉണ്ടെങ്കിൽ നമുക്ക് കാലാസാർ ആണെന്ന് പറയാം. HIV കാലാസാറിന്റെ കൂടെ കോ ഇൻഫെക്ഷൻ വളരെ സാധ്യതയുള്ള അസുഖമാണ്. എയ്ഡ്സിന്റെ 5th or 6th സ്റ്റേജ് ആകുമ്പോഴത്തേക്കും കാലാസാറിന്റെ കോ ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടു. ഇതിൽ ബ്ലഡ് കൾച്ചർ ചെയ്താലാണ് കോമൺ ആയിട്ട് നമുക്ക് ഈ ഓർഗാനിസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. പക്ഷേ കാര്യമായ ട്രീറ്റ്മെന്റ് ഒന്നും കാലാസാറിനില്ല. മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സിൽവർ ഡ്രഗ്സ് ഒക്കെയാണ്. അതിനും കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് കാരണം പേഷ്യന്റിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ സോഡിയം സ്റ്റിബോഗ്ലൂക്കണേറ്റ് എന്ന് പറയുന്ന മരുന്നാണ് യൂഷ്വലി വരിക. പെൻഡാമിഡിൻ, ഇതെല്ലാം സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളാണ്. ലൈപ്പോസോമൽ ആംഫോട്രിസിൻ B വേറൊരു മരുന്നാണ്. ഇതിന് ലാബ് ഡയഗ്നോസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ PHC ലെവലില് കാര്യമായിട്ട് കാലാസാറിന് വേണ്ടി ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ, അനീമിയ ഉണ്ടോ എന്ന് നോക്കാം. അതാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ബാക്കി കൾച്ചർ ചെയ്യാനോ സ്മിയർ ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. ഡെങ്കി ആണ് മറ്റൊരു അസുഖം. ഡെങ്കി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി അതിന് ഡെങ്കി NS1 ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെങ്കിയുടെ എലൈസ ഉണ്ട്, IgG എലൈസ ടെസ്റ്റുകളുണ്ട്. അതുപോലെ ആദ്യത്തെ അസുഖം വന്ന് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് NS1 ടെസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഡെങ്കിക്ക് നമ്മൾ പലപ്പോഴും പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ മാത്രം അധിഷ്ഠിതമായിട്ട് പലപ്പോഴും ലാബ് ഡയഗ്നോസിസ് ഒതുങ്ങി പോകാറുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രമല്ല, പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനോടൊപ്പം തന്നെ PCV, പാക്ട് സെൽ വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഹെമറ്റോക്രിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടതാണ്. അതുപോലെ WBC കൗണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഡെങ്കിയുടെ എപ്പിഡമോളജി എല്ലാം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ബേസിക്കലി അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ബേസിക്കലി വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മലൈന ഉണ്ട്, അതുപോലെ സിവിയർ ഹെഡ് ഏക്ക് ഉണ്ട്, റെട്രോബർബർ പെയിൻ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെങ്കിക്ക് നമ്മൾ ലാബ് ടെക്നിക്സ് സംബന്ധിച്ചോളം NS1 ടെസ്റ്റ് ഉണ്ട്, എലൈസ ബേസ്ഡ് ടെസ്റ്റുകളുണ്ട്, ടോട്ടൽ കൗണ്ട്, ബേസിക് ബ്ലഡ് പാരാമീറ്റേഴ്സ് ചെയ്യണം, ടോട്ടൽ ബ്ലഡ് കൗണ്ട്, ഗ്ലൂക്കോസൈഡ് കൗണ്ട്, ഹെമറ്റോക്രിറ്റ് വാല്യൂസ്, PCV എസ്റ്റിമേഷൻ, ഈ പറയുന്ന കാര്യങ്ങൾ സീരിയലി നമ്മൾ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു എന്ന് കരുതി നമ്മൾ ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ വാല്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ ബൈ ഡെയിലി അല്ലെങ്കിൽ ദിവസം 2 തവണ, പിറ്റേ ദിവസം ഏർലി മോർണിംഗ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്. ഡെങ്കിക്കാണെന്നുണ്ടെങ്കിലും IEC
കാര്യങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുക. ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്, അവിടെ ലാബ് ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ക്ലിനിക്കൽ ടെസ്റ്റുകളും ഉണ്ട്, ടൂർണിക്കറ്റ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ. പക്ഷെ അത് പ്രായോഗികമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും പറയുന്ന പോലെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും ആ ടെസ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഏർലി ഡയഗ്നോസിസ് ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഡെങ്കിയുടെ വളരെ പ്രഖ്യാപനം. ജപ്പാനീസ് എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇത് സ്പീഡിൽ പോകുന്നത്, ഇത് നമുക്ക് അത്ര കൂടുതലായിട്ട് കാണാറില്ല എല്ലാ സ്ഥലങ്ങളിലും. പക്ഷെ ജപ്പാനീസ് എൻകെഫലൈറ്റിസ് വൈറസ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രൈമറി സൂനോട്ടിക് ഡിസീസ് ആണ്. സൂനോസിസ് മൃഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു അസുഖമാണ് ജപ്പാനീസ് എൻകെഫലൈറ്റിക് വൈറസ്. മാൻ ഒരു ആക്സിഡന്റൽ ഹോസ്റ്റ് ആണ്. മാനിന് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് അല്ല. അതിന് അബദ്ധത്തിലാണ് മാൻ ആക്ച്വലി ഈ പറയുന്ന അസുഖം കിട്ടും. ക്യൂലെക്സ് മോസ്കിറ്റോ ഗ്രൂപ്പാണ് ഈ പറയുന്ന അസുഖത്തിന്റെ വെക്ടർ. വേറെ ചില മോസ്കിറ്റോ ഇത് കോസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ചില പോക്കറ്റ്സിൽ നിന്ന് ഈ പറയുന്ന കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഇതിന് ഇനിഷ്യൽ നാഷണൽ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കൂടുതൽ സ്റ്റേറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് NVBDC പ്രോഗ്രാമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂലെക്സ് മോസ്കിറ്റോസ് ആണ് ഇതിന്റെ വെക്ടേഴ്സ്. അതുപോലെ തന്നെ പിഗ്സ്, പന്നികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഹോസ്റ്റ് ആണ് ഈ പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. പിഗ്സിനാണ് ഏറ്റവും അധികം വൈറീമിയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മോസ്കിറ്റോസിന് ഏറ്റവും അധികം വൈറസിന് കിട്ടാൻ സാധ്യത പിഗ്സിൽ നിന്നാണ്. മാൻ ഒരു ആക്സിഡന്റൽ ഹോസ്റ്റ് ആണ്, ഡെഡ് ഹാൻഡ് ഹോസ്റ്റ് ആണ്, മാൻ ടു മാൻ ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ വൈറൽ എക്സാന്തമാറ്റിസ് ഫീവേഴ്സ് ഉള്ള പോലെ തന്നെ ഉള്ള ഫെബ്രൈൽ ഇൽനെസ് ആണ് ഈ പറയുന്ന അസുഖത്തിന് ഉണ്ടാവും. തലവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, മെനിഞ്ചൈറ്റിസ് ഉണ്ടാവും, മെനിഞ്ചൽ സൈൻസ് ഉണ്ടാവും. പ്രോഡ്രോമൽ സ്റ്റേജ് 1 മുതൽ 6 മണിക്കൂറിനുള്ളിലായിരിക്കും. അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുന്ന 6 മുതൽ 24 മണിക്കൂർ വരെ ആയിരിക്കും. അപ്പൊ ജപ്പാനീസ് എൻകെഫലൈറ്റിസ് വൈറസ്, അതർ വൈറൽ എൻകെഫലൈറ്റിസ് ഡിഫിക്കൽട്ട് ടു ക്ലിനിക്കലി ഡിഫറൻഷിയേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ELISA ബേസ്ഡ് ടെസ്റ്റുകളാണ് ജപ്പാനീസ് എൻകെഫലൈറ്റിസ് വൈറസിന് നമ്മൾ ലാബ് ഡയഗ്നോസ് ആയിട്ട് ഉപയോഗിക്കുക. PHC ലെവലിൽ ജപ്പാനീസ് എൻകെഫലൈറ്റിസ് കണ്ടുപിടിക്കാൻ ടെസ്റ്റുകൾ, ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ELISA ബേസ്ഡ് ടെസ്റ്റുകൾ റീജിയണൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികളിലോ റെഫറൻസ് ലബോറട്ടറികളിലോ അയച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സർവൈലൻസ് ആക്ടിവിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. സെന്റിനൽ സർവൈലൻസ്